വാൽമീകിയാൽ തീഷ്ണമായ അസുരത്വത്തിന്റെ പ്രതീകമായി 10 തലകളാലും 20 കരങ്ങളാലും പാതി ബ്രാഹ്മണനും പാതി അസുരനുമായി ജനിച്ചവൻ രാവണൻ. രാവണനെ പാടിപ്പുകഴ്ത്താൻ ഇവിടെ പ്രണയകാവ്യങ്ങളുണ്ടായിട്ടില്ല, ഇതിഹാസങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ചാർത്തിക്കിട്ടിയത് എക്കാലത്തെയുമായി നീചനെന്ന മുഖമുദ്ര മാത്രം. കർമ്മധർമ്മങ്ങളുടെ പേരിൽ മൗനം കൊണ്ട് മറഞ്ഞിരുന്ന് ജാനകിയെ ഉപേക്ഷിച്ച രാമ, നീ എക്കാലവും ഉത്തമ പുരുഷൻ തന്നെ. രാമന്റെ അയനമാണ് രാമായണം, ഈ രാവണന്റെ പ്രണയകാവ്യവും. ആഗ്രഹം തോന്നുന്നത് എന്തിനേയും സ്വന്തമാക്കാൻ കൊതിച്ചവനാണ് രാവണൻ. അല്ലെങ്കിൽ എന്തിനാണ് ബ്രഹ്മാവേ സർവഭാവങ്ങളും ഉൾക്കൊള്ളിച്ച് നീ എന്നെ ദശമുഖനായി സൃഷ്ടിച്ചത്? എങ്ങനെ ഉരുവാക്കിയോ അങ്ങനെ ജീവിച്ചവനാണ് ഈ രാവണൻ. നിന്റെ ന്യായങ്ങൾ എനിക്കെങ്ങനെയാണ് ശരികളാവുക രാമ? ജാനകി, നീ എൻ്റെ മരണത്തിൻ്റെ ദൂതികയാണെന്നറിഞ്ഞിട്ടും രാമന്റെ കരങ്ങളിൽ നിന്നെ തിരികെ നൽകാൻ തോന്നാഞ്ഞത് രാവണൻ വിഡ്ഢിയായതുകൊണ്ടല്ല, ആണായി പിറന്നൊരുത്തന് തൻ്റെ പ്രിയതമയോട് തോന്നുന്ന ഒന്നില്ലേ, അതെ, സ്വന്തമാക്കണമെന്നുള്ള മോഹം. വർഷങ്ങളും യുഗങ്ങളും കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. എത്രയെത്ര മര്യാദ രാമന്മാർ. കലകളിൽ നിപുണൻ രാവണൻ, പ്രണയം നിരസിക്കാത്തവൻ രാവണൻ, സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ചവൻ രാവണൻ. മൈഥിലി, നീ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നവനും ഈ രാവണൻ തന്നെ. നീ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നവനും ഈ രാവണൻ തന്നെ.